സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊക്കെ സ്കൂളിലോട്ട് പഠിക്കുന്ന ആ ഒരു സമയം നമ്മൾ വൈകുന്നേരം വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹരിജ മിസ്സിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പം മിസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്താ ചെയ്യാം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് ആദ്യം വന്ന് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അമ്മ നല്ല ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചായ എന്റെ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചായ അരിമണി. അത് അടിപൊളി സംഭവം. പിന്നെ അച്ഛൻ ചിലപ്പോൾ പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് അതൊക്കെ കഴിക്കുന്നു. പിന്നെ കുറച്ച് നേരം വീടിന്റെ അടുത്തുള്ള കുട്ടികളുടെ കൂടെ പോയിട്ട് കളിച്ച് എങ്ങനെ കാർട്ടൂൺ ഒക്കെ കാണായിരുന്നു. കാർട്ടൂൺ കാണായിരുന്നു. ഏതായിരുന്നു ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഏതാന്നുള്ളത് കമന്റ് ചെയ്യാ. മിസ്സിനെ അന്ന് ഏതായിരുന്നു? ഞാൻ ടോം ആൻഡ് ജെറി കാണാറുണ്ട്. പിന്നെ പോഗോയിലുള്ള മിസ്റ്റർ ബീൻ കാണാറുണ്ട്. ഡ്രാഗൺ ടൈൽസ് കാണാറുണ്ട്. ചോട്ടാ ഭീമിൽ ആ ലഡു ഒക്കെ കിട്ടുന്നതില് നല്ല രസമുള്ള ചുട്കി കുറെ ആൾക്കാരില്ലേ. അപ്പൊ ഇതൊക്കെ കാണാറുണ്ട്. ടിവിയിൽ കാർട്ടൂൺ അതൊക്കെ മെയിൻ ആയിട്ട്. പിന്നെ പുറത്തു പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കും. അത് വീടിന്റെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും. ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം? ഞങ്ങള് കണ്ണുപൊത്തി കളിക്കും, വരമാസ് കളിക്കും. വരമാസ് എന്ന് വെച്ചാൽ വര വരച്ചിട്ട് അപ്പുറത്തേക്കും ചാടി സംഭവം കളിക്കുന്ന. പിന്നെ കള്ളനും പോലീസും കളിക്കും. അതായിരുന്നു ഫേവറേറ്റ്. എനിക്ക് കുറച്ച് കുറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഏറുമ്പന്തൊക്കെ ഇല്ലേ, അന്ന് കുറച്ചും കൂടി എറിഞ്ഞൊക്കെ കളിക്കുക. പിന്നെ പാടത്തൊക്കെ ഓടി നടക്കുക. അതൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഗെയിം. ഹോംവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് വന്നിട്ട് ഞാൻ പിന്നെ ഫ്രഷ് ചെയ്യാം. അതായത് അപ്പോഴൊക്കെ യൂണിഫോം ജസ്റ്റ് മാറ്റും, എന്നിട്ട് വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ട് കളിക്കാൻ പോയിട്ട് എന്ത് ചെയ്യും, ഒരു 5:30 സമയത്ത് വീട്ടിലെത്തും. പിന്നെ 6 മണിക്ക് വിളക്കൊക്കെ കത്തിക്കണം. പിന്നെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പഠിക്കായിരിക്കും. അപ്പൊ ആദ്യം ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് സമാധാനം. അന്നാണെങ്കിൽ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല അടിയായിരിക്കും. അത് ഇപ്പോഴും ഇങ്ങനെ ഓർമ്മയുണ്ട്. നമ്മള് സ്കൂളിൽ ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എഴുന്നേറ്റ് നിർത്തി പട്ടേന്ന് രണ്ടാൻ തരും. അപ്പൊ നമ്മൾ ഹോംവർക്ക് ആദ്യം ചെയ്ത് അത് സെറ്റാക്കും. അതിനുശേഷം എന്തെങ്കിലും പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അപ്പോഴത്തേനും രാത്രി എല്ലാവരും വീട്ടിലോട്ട് വന്ന് പിന്നെ അന്ന് കുറെ സ്റ്റാർ സിംഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ എല്ലാവരുടെ കൂടി ഇരുന്ന്. മിസ്സോ? ഞാനും ഇത് തന്നെ സെയിം സംഭവം തന്നെയാണ്. കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പഠിക്കാനായിട്ടിരിക്കും. ഹോംവർക്ക് ആദ്യം തന്നെ ചെയ്യും. മാത്സ് ഫസ്റ്റ് എടുക്കും. മാത്സ് വേഗം ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടമുള്ളത് ഇംഗ്ലീഷ് ഇഷ്ടമാണ്, മലയാളം ഇഷ്ടമാണ്. ലാംഗ്വേജിനോടായിരുന്നു അപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടം. ഓക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ മിസ്സിന് എക്സ്ട്രാ എന്തൊക്കെയാ ചെയ്യാ ഈ ഒരു സമയത്ത്? നമുക്ക് ചിലപ്പോൾ ഹോംവർക്ക് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ടാവില്ല, ഈ പോസ്റ്റർ വരയ്ക്കാനുള്ള സംഭവങ്ങൾ മിക്ക ദിവസം ഉണ്ടാവും. അപ്പൊ വരയ്ക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയെടുത്ത് പോകും. എന്നിട്ട് ആ ചേച്ചി വരച്ചിരും, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വരയ്ക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോഴും വീടിന്റെ അടുത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരൊക്കെ പിന്നെ പാരന്റ്സിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ വീട്ടിലത്തെ വിശേഷം സ്കൂളിലത്തെ വിശേഷം പറയാം. അതൊരു സമയമായിരുന്നു. അമ്മയുടെ അടുത്ത് എല്ലാം പറയും, A to Z കാര്യങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പാരന്റ്സിനോട് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവും. അതെ അല്ലേ? ആ ഒരു ടൈം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. പാരന്റിങ്ങിനും അതുപോലെ തന്നെ നമുക്കായാലും നല്ലൊരു സമയമാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് തല്ലുകൂടിയതുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ടീച്ചേഴ്സ് നമുക്ക് ക്ലാപ്പ് തന്നതായിരിക്കും, നല്ലൊരു കാര്യം പറഞ്ഞായിരിക്കും. ഇതൊക്കെ പറയും. എന്നും കുറേ വിശേഷങ്ങൾ ഉണ്ടാവും. അതൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ട് വരും, വീട്ടിൽ വന്നിട്ട് എല്ലാം പറയും. ഓക്കെ. പിന്നെ മിസ്സിന് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യായിരുന്നു? പിന്നെ വായിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമായിരുന്നു അത്. ബെഡ് ടൈം സ്റ്റോറീസ് ആവാം, കുഞ്ഞു ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ. നമ്മൾ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. കുഞ്ഞു ബുക്സ് ഒക്കെ ഇരുന്ന് വായിക്കും. അത് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ്. പിന്നെ വരയ്ക്കാൻ ഇഷ്ടമാണ്. ആ സമയത്ത് തന്നെ ബുക്കിലത്തെ പിക്ചേഴ്സ് ഒക്കെ നോക്കി വരയ്ക്കും. അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രോയിങ്ങും റീഡിങ്ങും ഇത് രണ്ടുമായിരുന്നു ഇഷ്ടം. എനിക്ക് ഡ്രോയിങ് ആയിരുന്നു കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. വായന പിന്നെ എനിക്ക് ഒരാൾ വായിച്ചു തരുന്നത് കേൾക്കാൻ ഇഷ്ടം. ഞാൻ നല്ലൊരു ലിസണറാണ്. എനിക്കിങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും. കഥയൊക്കെ കേൾക്കാനും മുത്തശ്ശിയൊക്കെ കുറെ കഥ പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലേ. അപ്പൊ ആദ്യം വരുന്നു, ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേ കളിയൊക്കെ കഴിഞ്ഞ് ഹോംവർക്കും കാര്യങ്ങളും ചെയ്യുന്നു, പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുന്നു, ഫാമിലിയുടെ കൂടെ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഇനി നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എല്ലാവരും കമന്റ് ചെയ്യുക. ദെൻ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യും.